മണിക്കൂറിലെ ഏറ്റവും ദുഃഖകരമായ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. തൃശൂർ ചെറുതുരുത്തിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി സ്വദേശി കബീർ, ഭാര്യ ഷാഹിന, മകൾ 10 വയസ്സുള്ള സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവരാണ് മരിച്ചത്. MG മിഥുനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, അതിദാരുണമായ സംഭവം. ഇവർ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണോ ഈ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയായിരുന്നു സംഭവം? ആര്യ, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. സഹോദരിക്കും കുടുംബത്തിനുമൊപ്പം ഭാരതപ്പുഴ കാണാനെത്തിയതായിരുന്നു ഇവർ. ഈ സമയത്തായിരുന്നു ഇടയ്ക്കിടെ ഇവർ ഈ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്താറുണ്ട് എന്നായിരുന്നു നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കുട്ടികൾ ഈ സമയത്ത് പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ പോയതായിരുന്നു കബീറും ഷാഹിനയും. ഇതിനിടെ 4 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തിരച്ചിലിനിടെ ഷഹാനയെ പിന്നീട് നാട്ടുകാർ ചേർന്നായിരുന്നു രക്ഷപ്പെടുത്തിയത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിൽ പോലും തന്നെ ഷഹാനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഏകദേശം 3 മണിക്കൂറോളം തിരച്ചിൽ ഈ പുഴയിൽ, ഭാരതപ്പുഴയിൽ നടത്തുകയുണ്ടായി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ. ഒപ്പം തന്നെ നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. ആ സമയത്താണ് മറ്റു 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയും ചെയ്തത്. 4 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വിവരം. അതായത് മുൻകാലങ്ങളിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളും ഒക്കെ വരുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന ചെറുതുരുത്തിലെ ഈ ഒരു പ്രദേശം. അവിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നു. അടിയൊഴുക്കുണ്ടായതാണ് ഈ വലിയ രീതിയിൽ ഇവർ അപകടത്തിൽപ്പെടാൻ ഇടയാക്കിയ സംഭവം എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് കുട്ടികൾ ആ ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് ആ സമയത്ത് 2 പേരും, കബീറും ഒപ്പം തന്നെ ഷഹാനയും ഒപ്പം ഇവർക്ക് പിന്നാലെ ഇറങ്ങുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് 4 പേരും ആഴത്തിലേക്ക് പോവുകയും അടിയൊഴുക്കിൽപ്പെട്ട് ഒഴുകി പോവുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തുടർന്ന് തന്നെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും തുടർന്ന് ഷാഹിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും തന്നെ ഷാഹിനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു 3 പേർക്കായി വലിയ രീതിയിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തു. അവരെ ജീവനോടെ തന്നെ രക്ഷിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. പക്ഷേ തുടർന്ന് രണ്ടാമത്തെ, അതായത് ഈ ഷഹാനയുടെ സഹോദരി പുത്രൻ ആയിട്ടുള്ള ഫുവാത്ത്, കൊച്ചിന്റെ മൃതദേഹം പിന്നീട് കണ്ടെത്തുകയായിരുന്നു. 12 വയസ്സാണ് ഈ കുട്ടിക്കുണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മകളായിട്ടുള്ള 10 വയസ്സുള്ള സറ എന്ന കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഷാഹിനയുടെ ഭർത്താവ് കബീറിന്റെ മൃതദേഹങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏറെ നേരെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ 4 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. 3 മണിക്കൂർ നീണ്ട തെരച്ചിൽ. ആ തെരച്ചിലിനൊടുവിൽ ദുഃഖകരമായ വാർത്തയാണ് വന്നത്. ഒരു കുടുംബത്തിലെ 4 പേരും മരിച്ചിരിക്കുന്നു. മിഥുൻ, ഇവർ ഈ സമീപ പ്രദേശത്ത് തന്നെ ഉള്ള ആളുകളല്ലേ? അടിക്കടി അവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ അടിയൊഴുക്ക്, അതാണ് ഇവിടെ വില്ലനായത്. സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരു കയമോ അത്തരത്തിൽ അപകട സാധ്യതയുള്ള ഒരു മേഖലയല്ല അത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ചെറുതുരുത്തി സ്വദേശികൾ തന്നെയാണ് ഇവരെന്നാണ്. സമീപ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഇവിടെ വൈകുന്നേരത്ത് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇവർ ഇവിടെ പതിവായി എത്താറുണ്ടായിരുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ മറ്റു നാട്ടുകാരുൾപ്പെടെയുള്ളവർ അവിടെ എത്തി അവിടെ അല്പനേരം വിശ്രമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഇടം കൂടിയാണ്. അത്തരത്തിലൊരു വിനോദസഞ്ചാര മേഖലയെന്ന് പറയാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ഈ പറയുന്ന ഈ അപകടമുണ്ടായ പ്രദേശം. ആ സമയത്ത് ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങി കുളിക്കാറുള്ളത് പതിവാണ്. അത്രത്തോളം വെള്ളം ആഴമുള്ള ഇടമല്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല മഴ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു വലിയ രീതിയിൽ വെള്ളം ഉയരുകയും ഒപ്പം തന്നെ അടിയൊഴുക്ക് ശക്തമാവുകയും ചെയ്തു എന്നാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ആണ് ഇവരെ ഈ കുട്ടികൾ ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിന്നാലെ ഇവർ 2 പേരും പോയത് എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. 5 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടെ ചുഴി ഉണ്ടായിരുന്നതായി പ്രദേശത്തെ ഉണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നു. ഈ 4 പേർക്കും നീന്തൽ അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ അവിടുത്തെ MLA കൂടിയായിട്ടുള്ള UR പ്രദീപ് MLA ആശുപത്രിയിലെത്തി നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടറുമായി കൂടിയാലോചിച്ച് ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 പേരുടെയും ഇൻക്വസ്റ്റ് ഇന്ന് തന്നെ ചേലക്കര ജീവോദയ ആശുപത്രിയിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ
രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. തുടർന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിവരങ്ങൾ നൽകിയത്. ചെറുതുരുത്തിയിലാണ് ഒഴുക്കിൽപ്പെട്ട് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായ വാർത്ത വരുന്നു.